സ്വതന്ത്ര ഈ ഭാരതത്തിന്റെ ആദ്യത്തെ ഗ്രാമീണനായ പ്രധാനമന്ത്രി ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു വിദേശ രാജ്യത്ത് വെച്ച് സംശയാസ്പദമായ രീതിയിൽ മരിച്ചതും അതിനെക്കുറിച്ചുള്ള 60 വർഷത്തെ ഗൂഢാലോചനയുമാണ് ഇന്ന് നമ്മൾ 5 സെക്കൻഡ്സ് വ്യൂവിൽ നോക്കുന്നത്. ശാസ്ത്രിജിയുടെ മരണത്തിന്റെ ചുരുളഴിക്കാൻ നാം പ്രധാനമായും നോക്കുന്നത് പ്രശസ്ത പത്രപ്രവർത്തകൻ അനൂജ് ധറിന്റെ പുസ്തകമായ യു പ്രൈം മിനിസ്റ്റർ ഇസ് ഡെഡും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്ററായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ മകൻ ദയാഭായ് വി പട്ടേൽ എഴുതിയ വാസ് ശാസ്ത്രി മർഡേഡ് എന്ന പുസ്തകവും ശാസ്ത്രിജിയുടെ മരണത്തെ ആസ്പദമാക്കി താഷ്കണ്ട് ഫയൽസ് എന്ന സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനുമായ വിവേക് രഞ്ജൻ അഗ്നിഹോത്രി എഴുതിയ ഹൂ കിൽഡ് ശാസ്ത്രി എന്ന പുസ്തകവും അവരുടെ ഇന്റർവ്യൂകളും പ്രസന്റേഷൻസുമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രൈം മിനിസ്റ്റർ സീറ്റിലേക്കുള്ള ഉയർച്ചയും ശരിക്ക് തുടങ്ങുന്നത് നെഹ്റുജിയുടെ തളർച്ചയെ തുടർന്നാണ്. 1962 ഇന്ത്യയെ ചൈന ആക്രമിച്ചു തോൽപ്പിച്ചതും ഹിമാലയത്തിൽ കേരളത്തിന്റെ അത്രയും വിസ്തീർണമുള്ള അക്സായ് ചിൻ മേഖല പിടിച്ചെടുത്തു കഴിഞ്ഞ് ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ചൈന ഇത് ഇന്ത്യക്കുള്ള ഒരു താക്കീത് മാത്രമാണ് എന്ന് പറഞ്ഞ് യുദ്ധം നിർത്തിയത് യഥാർത്ഥത്തിൽ ലോക നേതാവായിട്ട് വളർന്നു വരികയായിരുന്ന നെഹ്റുജിയെ ശരിക്കും തളർത്തിക്കളഞ്ഞു. ആ തിരിച്ചടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിഞ്ഞില്ല. 1964 ചൈനയുടെ ചതിയിൽ മനം നൊന്ത് പണ്ഡിറ്റ്ജി നമ്മളെ വിട്ടുപിരിഞ്ഞു. അതിനുശേഷമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അധികാര നേതൃസ്ഥാനത്തിലേക്ക് വരുന്നത്. അന്ന് തുടങ്ങി ശാസ്ത്രിയും നെഹ്റുജിയുടെ മകളായ ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒരു അകൽച്ചയുണ്ടെന്നും തൻ്റെ വീട്ടിലെ വേലക്കാരനാണ് അധികാരത്തിലെത്തിയതെന്ന് ഇന്ദിര പറഞ്ഞു എന്ന രീതിയിലുള്ള ഒരുപാട് കിംവദന്തികൾ ആ കാലത്ത് പ്രചരിച്ചിരുന്നു. ശാസ്ത്രിജിയുടെ ക്യാബിനറ്റിൽ വളരെ ചെറിയ ഒരു മിനിസ്ട്രിയാണ് ഇന്ദിരാജി അന്ന് വഹിച്ചിരുന്നത്. അവരെ അന്ന് ആളുകൾ സംസാരിക്കാത്ത പാവ, ഗൂങ്കി ഗുഡിയ എന്നാണ് വിളിച്ച് കളിയാക്കിയിരുന്നത്. ശാസ്ത്രിജി അവരെ തന്റെ മിനിസ്ട്രിയിൽ നിന്ന് തന്നെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് രീതിയിലുള്ള പല വാർത്തകളും അന്ന് പ്രചരിച്ചിരുന്നു. 1965 ആയപ്പോഴേക്കും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ അവസ്ഥയും ശാസ്ത്രിജി എന്ന ചെറിയ മനുഷ്യനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയും ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചുള്ള അവമതിപ്പും കാരണം പാകിസ്ഥാനിലെ മിലിറ്ററി ഡിക്റ്റേറ്ററായ ജനറൽ അയൂബ് ഖാൻ കാശ്മീർ പിടിച്ചെടുക്കാൻ ഇന്ത്യയുമായി തുറന്ന യുദ്ധം ആരംഭിച്ചു. ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ സഹായം ഉണ്ടായിരുന്ന പാക് സൈന്യത്തിന്റെ വിജയം സുനിശ്ചിതമായിരുന്നു. ഇന്ത്യക്ക് കശ്മീർ മേഖലയിൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ശാസ്ത്രിജി പാകിസ്ഥാന്റെ പഞ്ചാബിലേക്ക് ഇരച്ചു കയറാനും ഒരു പുതിയ യുദ്ധമുന്നണി തന്നെ തുറക്കാനും ഇന്ത്യൻ മിലിറ്ററിക്ക് നിർദ്ദേശം നൽകി. യുദ്ധത്തിന്റെ തീവ്രത അവസാനിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് 700 സ്ക്വയർ മീറ്റർ സ്ഥലം പിടിച്ചെടുത്തിരുന്നു. പാകിസ്ഥാന്റെ ലാഹോർ വരെ കയ്യിൽ നിന്ന് പോകുമെന്ന അവസ്ഥയിൽ മാനം നഷ്ടപ്പെട്ടു നിന്നിരുന്ന പാകിസ്ഥാന്റെ രക്ഷയ്ക്ക് അന്ന് വന്നത് ഇന്നത്തെ റഷ്യയുടെ പൂർവ്വരൂപമായ USSR ആയിരുന്നു. അവർ ശാസ്ത്രിയെയും അയൂബ് ഖാനെയും താഷ്കണ്ടിലേക്ക് ഒരു സമാധാന ചർച്ചയ്ക്ക് വിളിപ്പിച്ചു. ആ സമയത്ത് പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു ശാസ്ത്രിജി. ശാസ്ത്രിയെയും അയൂബിനെയും താഷ്കണ്ടിലേക്ക് ക്ഷണിച്ച സോവിയറ്റ് പ്രീമിയർ അലക്സി കോഷിക്കന്റെ മധ്യസ്ഥതയിലാണ് കരാർ തീരുമാനമായത്. ഇന്ത്യക്ക് പൊതുവെ ക്ഷീണം സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു നീണ്ട ഒരാഴ്ചത്തെ ചർച്ചയ്ക്ക് ശേഷം ധാരണയായത്. അന്നത്തെ കരാർ പ്രകാരം യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് തിരികെ പോകാനാണ് ധാരണ. ഇന്ത്യ പിടിച്ച എല്ലാ സ്ഥലങ്ങളും തിരികെ നൽകേണ്ടി വന്നു. പല തന്ത്രപ്രധാന സ്ഥലങ്ങളും ഇന്ത്യക്ക് തിരികെ പാകിസ്ഥാന് വിട്ടുകൊടുക്കേണ്ടി വന്നു. ജനുവരി 10, 1966 വൈകിട്ട് എഗ്രിമെന്റ് ഒപ്പുവെച്ച് പാർട്ടിയും കഴിഞ്ഞ് ശാസ്ത്രിജി തിരികെ രാത്രി 10 മണിയോടുകൂടി താമസ സ്ഥലത്തേക്ക് മടങ്ങിയെത്തി. ആ സമയത്ത് ശാസ്ത്രിജിയുടെ കൂടെ സ്ഥലത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടറായ ഡോക്ടർ RN ചുഗും, പ്രൈവറ്റ് സെക്രട്ടറി ജഗന്നാഥ് സഹായ്, പേഴ്സണൽ അസിസ്റ്റന്റ് MMN ശർമ്മ, സെക്യൂരിറ്റി ഓഫീസറായ R കപൂർ, ഇന്ത്യയുടെ റഷ്യൻ അംബാസിഡറിന്റെ പാചകക്കാരൻ ജാൻ മുഹമ്മദും, ശാസ്ത്രിജിയുടെ പേഴ്സണൽ പാചകക്കാരനായ രാംനാഥും, റഷ്യൻ കുക്കായ അഹമ്മദ് സത്താറവും വേറൊരു റഷ്യൻ കുക്കുമായിരുന്നു. അന്ന് ശാസ്ത്രിജിയുടെ ഭക്ഷണകാര്യം മുഴുവൻ നോക്കിയത് അംബാസിഡർ TN കൗളിന്റെ പേഴ്സണൽ പാചകക്കാരനായ ജാൻ മുഹമ്മദ് ആയിരുന്നു. ജാൻ മുഹമ്മദാണ് ശാസ്ത്രിക്ക് അന്ന് പാലക് സബ്ജിയും പാലും ഒരു ഫ്ലാസ്കിൽ വെള്ളവും കൊടുത്തത്. ലാൽ ബഹദൂർ ശാസ്ത്രിയെ അവസാനമായി കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്ത പത്രപ്രവർത്തകൻ ഹിന്ദുസ്ഥാൻ ടൈംസിലെ ശ്രീ കിഷോർ പരേഖാണ്. അദ്ദേഹമാണ് 10-ാം തീയതി രാത്രി ഉലാത്തുന്ന ശാസ്ത്രിജിയുടെ ഒരു വീഡിയോ എടുത്തത്. തിരിച്ചു വന്ന് അർദ്ധരാത്രിയോടുകൂടി വീട്ടിലേക്ക് വിളിച്ച ശാസ്ത്രിജി നാട്ടിൽ ജനങ്ങളുടെ അഭിപ്രായം മകളോടും ഭാര്യയോടും മരുമകനോടും ചോദിച്ചു. അതിനുശേഷം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്കും ഫോണിൽ സംസാരിച്ച ശേഷം ജാൻ മുഹമ്മദ് കൊടുത്ത ഒരു ഗ്ലാസ് പാലും വെള്ളവും കുടിച്ച ശേഷം 12:30 ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് വരെ അദ്ദേഹത്തിന്റെ കൂടെ രാംനാഥ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ജനുവരി 11, 1966 പുലർച്ചെ ഇന്ത്യയിലെ ജനങ്ങൾ പത്രവാർത്തയിലൂടെ അറിയുന്നത് അവരുടെ പ്രിയപ്പെട്ട ബാബുജി എന്ന ശാസ്ത്രിജി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടുവെന്നാണ്.
അതിലും കൂടുതൽ അമ്പരന്നതും തകർന്നു പോയതും ശാസ്ത്രിജിയുടെ വീട്ടുകാരായിരുന്നു. കാരണം ശാസ്ത്രിജിയുമായി ഫോണിൽ സംസാരിച്ച ശേഷം പാലും വെള്ളവും കുടിച്ച് കിടക്കാൻ പോകുന്നു എന്ന് ശാസ്ത്രിജി പറഞ്ഞതിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂറിൽ താഴെ സമയത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്തയാണ് അവർ കേൾക്കേണ്ടി വന്നത്. കൂടെയുണ്ടായിരുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് സഹായി പറയുന്നത് താനും സെക്യൂരിറ്റി ഓഫീസർ കപൂറും തിരികെ ഇന്ത്യയിലേക്ക് പോകുവാൻ വേണ്ടി പെട്ടികൾ അടുക്കിപ്പെറുക്കി വെക്കുമ്പോഴാണ് പെട്ടെന്ന് ഏതാണ്ട് 1 മണിയോടുകൂടി വാതിലിൽ ശാസ്ത്രിജി വന്ന് മുട്ടിയത്. ശ്വാസം കിട്ടാതെ ചുമച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടർ ചുഗ് ഓടി വന്നു. മരുന്നുകളും ഇഞ്ചക്ഷനും കൊടുത്തു. പക്ഷേ 1:30 അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നാണ്. എന്താണ് ശാസ്ത്രിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതൊരു കൊലപാതകമാണോ എന്നതാണ് ജനങ്ങളും ശാസ്ത്രിജിയുടെ വീട്ടുകാർക്കും ഉണ്ടായ പ്രധാന സംശയം. കൊലപാതകമാണെങ്കിൽ ആരാണ് ഇത് ചെയ്തത്? ജനങ്ങൾക്ക് മുഴുവൻ സംശയം ഉണ്ടാക്കിയ കാരണങ്ങൾ പലതാണ്. അതിൽ പ്രധാന കാരണം ശാസ്ത്രിജിയുടെ ശരീരം മുഴുവൻ കരിനീല നിറമായി മാറി എന്നതാണ്. മരണം കഴിഞ്ഞ് ഏതാണ്ട് 5-8 മണിക്കൂറിനുള്ളിൽ തന്നെ ഭാരതത്തിലെത്തിയ ശരീരം മുഴുവൻ വിഷബാധയേറ്റു മരിച്ച ഒരാളുടെ പോലെ കറുത്ത് നീല നിറമായി. അതുപോലെ തന്നെ ശരീരം വളരെ വീർക്കുകയും ചെയ്തു. അമേരിക്കയുടെ ലൈഫ് മാഗസിൻ എടുത്ത ഫോട്ടോയിൽ അദ്ദേഹത്തിന്റെ കരുവാളിച്ച പോലുള്ളതും വീർത്തിരിക്കുന്നതുമായ മുഖം നമുക്ക് കാണാം. അതിനുള്ള ഉത്തരം അന്നത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദയുടെ സർക്കാർ പറഞ്ഞത് ശരീരം കേടാവാതിരിക്കാൻ മരണം കഴിഞ്ഞ താഷ്കണ്ടിൽ വെച്ച് എംബാം ചെയ്തത് കൊണ്ടാണ് ശരീരം വീർത്തതെന്നും കറുത്തുപോയതെന്നുമാണ്. അത് പച്ചക്കള്ളമാണെന്നും 100 കൊല്ലമായിട്ട് പോലും എംബാം ചെയ്ത ലെനിന്റെ ശരീരം ഒരു പോറല് പോലും ഏൽക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ മരണം കഴിഞ്ഞ് മണിക്കൂറിനുള്ളിൽ ശാസ്ത്രിജിയുടെ ശരീരം എങ്ങനെ വീർത്ത് തടിച്ച് കറുത്ത് നീലയ്ക്കും? എന്റെ മകനെ വിഷം കൊടുത്തു കൊന്നതാണെന്ന് ശാസ്ത്രിജിയുടെ അമ്മ വിളിച്ചു പറയുകയും കരയുകയും ചെയ്തു. അടുത്ത പ്രധാന കാരണം ശാസ്ത്രിജിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകളായിരുന്നു. കഴുത്തിന് പുറകിലും വയറ്റിലുമുള്ള മുറിവുകളിൽ നിന്ന് രക്തം വമിച്ചിരുന്നു. അത് ശാസ്ത്രിജിയുടെ ഗാന്ധി തൊപ്പിയെയും വസ്ത്രത്തെയും രക്തത്തിൽ മുക്കി. ഈ മുറിവ് എംബാം ചെയ്തപ്പോൾ ഉണ്ടായതാണ് എന്നാണ് അന്ന് സർക്കാർ ജനങ്ങളോടും ശാസ്ത്രിജിയുടെ വീട്ടുകാരോടും പറഞ്ഞത്. പക്ഷേ എംബാം സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് എല്ലാം പിന്നീട് ഇത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പാർലമെന്റിനുള്ളിൽ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ ഒരുപാട് പേർ ശാസ്ത്രിജിയുടെ മരണത്തെക്കുറിച്ച് സംശയങ്ങൾ നിരത്തി ഗവൺമെന്റിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ശാസ്ത്രിജിയുടെ സ്വന്തം പാചകക്കാരൻ രാംനാഥ് കൂടെ ഉണ്ടായിട്ടും അവിടുത്തെ ഇന്ത്യൻ അംബാസിഡറെ സ്വന്തം പാചകക്കാരൻ ജാൻ മുഹമ്മദ് എന്തുകൊണ്ടാണ് ശാസ്ത്രിജിക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകിയത്? അത് ആരാണ് അനുവദിച്ചത്? ജാൻ മുഹമ്മദിനെ കുറിച്ച് ഇന്ത്യൻ സർക്കാരിനോ USSR സർക്കാരിനോ സംശയമുണ്ടോ? ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിദേശ രാജ്യത്ത് വെച്ചുണ്ടായ സംശയകരമായ മരണത്തെക്കുറിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും സംശയങ്ങൾ പറയുന്നുണ്ടോ? ശാസ്ത്രിജിയുടെ ശരീരം നീല നിറമായത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മുറിയിലെ ഫോൺ പ്രവർത്തിച്ചിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ശ്വാസം കിട്ടാതായിട്ട് പോലും നടന്നു വന്ന് സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നത്? മുറിയിൽ അലാറം ഉണ്ടായിരുന്നില്ലേ? ഫോൺ വർക്കിംഗ് ആയിരുന്നില്ലേ? ശാസ്ത്രിജിക്ക് ജാൻ മുഹമ്മദ് അവസാനം കൊടുത്ത വെള്ളം നിറച്ച ഫ്ലാസ്ക് പരിശോധിച്ചിരുന്നോ? അതിൽ വിഷം കലർന്നിരുന്നോ? ശാസ്ത്രിജിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല? അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ചുഗിന്റെ അഭിപ്രായം എന്താണ്? എന്ന തരത്തിലുള്ള നാനാവിധ ചോദ്യങ്ങൾ ഓപ്പോസിഷൻ പാർലമെന്റിനകത്തും പുറത്തും ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം സർക്കാർ സംശയം ജനിപ്പിക്കും വണ്ണം നിശബ്ദതയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ശാസ്ത്രിജിയുടെ കൂടെ താഷ്കണ്ടിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ചീഫും പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ചീഫുമായ കപൂർ, ശാസ്ത്രിജിയുടെ സ്വന്തം ഡോക്ടർ, അദ്ദേഹത്തിന്റെ സ്വന്തം കുക്ക് രാംനാഥ് എന്നിവരും നിശബ്ദരായി. ഈ മരണത്തെ ഏറ്റവും കൂടുതൽ ഹൃദയസ്തംഭനം മൂലമുള്ള സാധാരണ മരണമായി വാദിച്ചിരുന്നത് ഇന്ത്യയുടെ റഷ്യൻ അംബാസിഡറായ TN കൗളായിരുന്നു. റഷ്യൻ സർക്കാർ ഏജൻസികളും റഷ്യൻ കുക്കിനെയും ജാൻ മുഹമ്മദിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോയതും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിഷം കൊടുത്തത് ആരെയെന്ന് ചോദ്യം ചെയ്തത് പോലും നമ്മളുടെ അംബാസിഡർ അറിഞ്ഞ മട്ട് അന്ന് കാണിച്ചില്ല. റഷ്യൻ കുക്കായ അഹമ്മദ് സത്താറോവിന്റെ പിന്നീടുള്ള വെളിപ്പെടുത്തലിൽ ശാസ്ത്രിജിക്ക് വിഷം കൊടുത്തവനെ പോലെയാണ് അന്ന് ജാൻ മുഹമ്മദിനെ റഷ്യൻ ഏജൻസികൾ ചോദ്യം ചെയ്തത്. ഇന്ത്യൻ എംബസി ജീവനക്കാരനും സ്വന്തം പാചകക്കാരനുമായ ജാൻ മുഹമ്മദിനെ റഷ്യൻ പോലീസ് പൊക്കിയിട്ട് പോലും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ നമ്മുടെ അംബാസിഡറോ നമ്മുടെ സർക്കാരോ തയ്യാറായില്ല. ശാസ്ത്രിജിയുടെ മരണത്തിന്റെ സംശയ കരിനിഴൽ പതുക്കെ പതുക്കെ പിന്നീട് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയിൽ വരെ വന്നു വീണു. ശാസ്ത്രിജിയുടെ ജീവനറ്റ ശരീരത്തിന് സമീപം ചിരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെയും TN കൗളിന്റെയും ഫോട്ടോയും വീഡിയോയും ഇന്നും അവർക്കെതിരെയുള്ള ആയുധമായി പലരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് പാർലമെന്റിനുള്ളിൽ ഒച്ചപ്പാടുണ്ടാക്കിയതും ഇന്ദിരയ്ക്ക് നേരെ കുറെ കൂടി സംശയം പലർക്കും ജനിപ്പിച്ച സംഭവം ശാസ്ത്രിജിയുടെ എന്ന് അവകാശപ്പെടുന്നതും സമാധാനത്തിനായി താൻ താഷ്കണ്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു ലെറ്റർ ദ ബ്ലിറ്റ്സ് മാഗസിൻ പുറത്തുവിട്ടു. അത് ഫേക്ക് ആണെന്നും ഇത് ശാസ്ത്രിജിയുടെ ലെറ്റർ അല്ലെന്നും ഇത് പുറത്തിറക്കിയവർക്ക് ശാസ്ത്രിജി ഇനി തിരിച്ചു വരില്ല എന്ന് അറിയാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള മാർച്ച് ഓഫ് ദ നേഷൻ എന്ന മാഗസിൻ തിരിച്ച് റിപ്പോർട്ട് ഇറക്കി. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ ഇലക്ട്രോണിക് മീഡിയയോ അതിപ്രസരമോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ
കോൺഗ്രസ് നേതാക്കളായ ആബിദ് അലി വരെ ഇന്ദിരാഗാന്ധിയോട് പാർലമെന്റിനുള്ളിൽ ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം ഇന്ദിര പറഞ്ഞു, ശാസ്ത്രിജിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല, ആരെയും സംശയമില്ല, അതുകൊണ്ട് ഒരു അന്വേഷണവും ആവശ്യമില്ല എന്ന്. പക്ഷെ അത് കഴിഞ്ഞ് അനൂധർ എന്ന ധീരനായ പത്രപ്രവർത്തകൻ നടത്തിയ അന്വേഷണത്തിൽ ഇത് തെറ്റായിരുന്നുവെന്നും USSR ശാസ്ത്രിജിയുടെ ശരീരത്തിൽ നിന്ന് സ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് പല പരിശോധനകൾ നടത്തിയെന്നും അവർ മരണകാരണത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതും റഷ്യൻ ഡോക്ടേഴ്സ് ഒപ്പുവെച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. പിന്നെ നമ്മൾ കാണുന്നത് സർവശക്തിയായി വളർന്നു വരുന്ന ഇന്ദിരാഗാന്ധിയെയാണ്. ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന രീതിയിൽ പബ്ലിക് ഒപ്പീനിയൻ മാറി. USSRും ഇന്ദിരാഗാന്ധിയുമായി ദൃഢമായ ഒരു അടുപ്പമുണ്ടായി. ഇന്ത്യ സോഷ്യലിസ്റ്റ് അച്ചുതണ്ടിലേക്ക് പൂർണ്ണമായി മാറി. അമേരിക്ക നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് അച്ചുതണ്ടിനോട് അടുപ്പം കാണിച്ചിരുന്ന ശാസ്ത്രിജിയുടെ മരണം അമേരിക്കയെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും അകറ്റി. ആ സമയത്താണ് ശാസ്ത്രിജിയുടെ പാചകക്കാരനായിരുന്ന രാംനാഥിനോട് സംസാരിച്ചതിന് ശേഷം ശാസ്ത്രിജിയുടെ ഭാര്യ നളിനി ശാസ്ത്രി ധർമ്മയുഗം മാഗസിനിൽ ശാസ്ത്രിജിയുടെ മരണം കൊലപാതകമാണെന്ന രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. ശാസ്ത്രിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന് ശേഷം എന്തോ വലിയ കാര്യം ജനങ്ങളെ അറിയിക്കാൻ പോകുന്നുണ്ടായിരുന്നുവെന്ന് തന്നോട് മരണപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നുവെന്നും തന്നെ കാണാൻ വന്ന രാംനാഥ് സംശയം ജനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവെന്നും അവർ അവകാശപ്പെടുന്നു. ഇത് കുറച്ച് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഉണ്ടായ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശ് ലിബറേഷനും ഈ കാര്യങ്ങളെ പരിപൂർണമായി ജനമനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. 1975 ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ എമർജൻസിക്ക് ശേഷം ഉണ്ടായ അവകാശ ധ്വംസനം കാരണം 1977 ജനറൽ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. പിന്നെ അധികാരത്തിൽ വരുന്ന മൊറാർജി ദേശായി ഇന്ദിരാഗാന്ധിക്കെതിരെ ശാസ്ത്രിജിയുടെ മരണത്തിന് അന്വേഷണം ഉത്തരവിടും എന്ന് ഉറപ്പായിരുന്നു. അന്ന് ശാസ്ത്രിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട 4 പേരുകളായിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. ശാസ്ത്രിജിയുടെ പാചകക്കാരൻ രാംനാഥിന്റെയും ഡോക്ടർ ചുഗിന്റെയും മൊഴികൾ എടുത്താൽ സത്യം പുറത്തു വരുമെന്നും അതുപോലെ അംബാസിഡർ TN കൗളിന്റെ പാചകക്കാരൻ ജാൻ മുഹമ്മദിനെതിരെയുള്ള സംശയവും അന്ന് ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ മൊറാർജി ദേശായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപേ ഇലക്ഷൻ നടക്കാനിരിക്കുന്ന സമയത്ത് തന്നെ രാംനാഥിനെ ഒരു ട്രക്ക് വന്നിടിച്ചു മൃതപ്രായനാക്കി മാറ്റി. പിന്നെ അയാൾ മരണം വരെ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി മാറി. അതിനേക്കാൾ നമുക്ക് നടുക്കമുണ്ടാക്കുന്നതാണ് ഡോക്ടർ ചുഗിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും കൊലപാതകം. കാറിൽ യാത്ര ചെയ്തിരുന്ന അവരുടെ വണ്ടിയിലേക്ക് ഒരു ട്രക്ക് വന്നിടിക്കുന്നു. ഇടിയുടെ ആഘാതം നോക്കാൻ പുറത്തിറങ്ങിയ ചുഗിനെ അതേ ട്രക്ക് വീണ്ടും ഇടിക്കുന്നു. അത് കഴിഞ്ഞ് കാറിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെ അതേ ട്രക്ക് ഇടിച്ചു കൊല്ലുന്നു. ഇതൊക്കെ ആര് ചെയ്തെന്നോ കൊലയാളികൾ ആരാണെന്നോ ഇന്നേ ദിവസം വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ശാസ്ത്രിജിയുടെ മരണം പോലെ തന്നെ ഇതും ഇന്നും ചുരുളഴിയാത്ത ഒരു സമസ്യയാണ്. ശാസ്ത്രിജിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും മരണത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് തന്നത് അനൂജ് ധർ എന്ന പത്രപ്രവർത്തകന്റെ അധ്വാനമാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ശാസ്ത്രിജിയുടെ മരണത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് കവറേജ് ആണ് തരുന്നത്. ശാസ്ത്രിജിയെ പോലെ ഭാരതത്തെ സ്നേഹിച്ച ഒട്ടനവധി ദേശസ്നേഹികളുടെ മരണത്തിനും ഒരു രാജ്യം തന്നെ വിറ്റ് തിന്നുന്ന പല രാഷ്ട്രീയ ഹിജടകളുടെ തനിനിറം അറിയാൻ നമ്മൾ വായിക്കേണ്ടത് മിത്രോഖീൻ ആർക്കൈവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു 2 വോളിയമുള്ള ഒരു പുസ്തകമാണ്. അതിൽ ഇന്ത്യയെ പരാമർശിക്കുന്ന 2 ചാപ്റ്ററുകളുണ്ട്. അതിൽ രാജ്യം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പല നേതാക്കളെയും കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് കോളനിയാക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ബുദ്ധിജീവികളെ എങ്ങനെയാണ് രാജ്യവിരുദ്ധരാക്കി മാറ്റിയതെന്ന് പരാമർശിക്കുന്നുണ്ട്. ശാസ്ത്രിജി കൊല്ലപ്പെട്ട് 60 കൊല്ലമായിട്ടും അതിനുശേഷം ഇന്ത്യയുടെ കരുത്തരായ പല നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും ഇന്നും ഒരു കരുത്തനായ ഇന്ത്യൻ ഭരണാധികാരി വന്നാൽ ഇന്ത്യക്കുള്ളിൽ തന്നെ അയാളെ ഇല്ലാതാക്കാൻ കുതിക്കുന്ന മനസ്സുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഭാരതീയർക്ക് ഒരു സാധാരണ കാര്യമാണെങ്കിൽ ഈ രാജ്യം പോകുന്നത് അനിവാര്യമായ ദുരന്തത്തിലേക്കാണെന്ന് നിസ്സംശയം പറയാം. ഭാരതത്തിന് എല്ലാ ഭാവിയും നല്ല ഭാവിയും നേർന്നുകൊണ്ട് ദേശസ്നേഹികളുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. യുവർ പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി ഈസ് ഡെഡ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ വീഡിയോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. താങ്ക് യു.